പുതിയതായി രൂപാന്തരപ്പെട്ടു വന്ന സാധനങ്ങളെല്ലാം പിഴവിലാണ്. തുബിയത്ത്, ഹദ്ദാദ്, റാത്തീബ്, മങ്കൂസ്, നാരിയ സ്വലാത്ത്, കമാലിയ സ്വലാത്ത്. പടച്ച റബ്ബേ, നിങ്ങൾ സ്വലാത്തിന്റെ കഥ കേൾക്കണം. കമാലിയ സ്വലാത്ത് ഉണ്ടാക്കിയത് എന്റെ ജില്ല പാലക്കാട്, അതിന് അപ്പുറത്ത് തൃശ്ശൂർ ജില്ലയിലാണ്. ഇടക്ക വഴിക്ക് പോകാറുണ്ട്. അപ്പോ തൃശ്ശൂർ ജില്ലയിൽ കമാലിയ സ്വലാത്തുകാരൻ സ്വലാത്ത് ഉണ്ടാക്കി. എല്ലാവരും ഇങ്ങനെ എന്തെങ്കിലും ജീവിക്കാൻ ഒരു മാർഗം വേണമല്ലോ. അങ്ങനെ സ്വലാത്ത് ഉണ്ടാക്കി, കമാലിയ സ്വലാത്ത് ഇങ്ങനെ പൊടിപ്പൊടിപ്പായി ഇത് ചൊല്ലിയാൽ ലോകം മാറും. ഈ സദസ്സിൽ വന്നിരുന്ന് സമ്പത്ത് പൈസ ബക്കറ്റിലിട്ടാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരും. ഇവിടെ വന്നിരുന്ന് മജ്‌ലിസിലിരുന്ന് ആമീൻ പറഞ്ഞാൽ ക്യാൻസർ മാറും. ആളുകൾ ഒഴുകാൻ തുടങ്ങി, ഒഴുകി വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞതല്ല, ഈ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ വായിക്കാൻ കിട്ടുന്ന അവരുടെ സ്വന്തം മാസികയിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ആളുകളുടെ എണ്ണം കൂടി ഒരിക്കലതാ സ്വലാത്ത് ഇങ്ങനെ തുടങ്ങിയപ്പോ വികലാംഗനായ ഒരു മനുഷ്യൻ സദസ്സിലേക്ക് കയറി വന്നു. അയാൾ മുമ്പിലെ കസേരയിൽ വന്ന് വികലാംഗനായി ആകെ എഴുന്നേറ്റ് അദ്ദേഹം നടക്കാൻ കഴിയാതെ വന്നിരുന്നു. സദസ്സെല്ലാം കഴിയാൻ സമയത്ത് സ്വലാത്ത് ഇങ്ങനെ ചൊല്ലി അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകമായൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു പോകുന്ന സമയത്തതാ അദ്ദേഹം എഴുന്നേറ്റ് വികലാംഗനല്ലാതെ മാന്യമായ ആരോഗ്യത്തോടെ നടക്കാൻ തുടങ്ങി. ജനങ്ങൾ എഴുന്നേറ്റ് നിന്നു, തക്ബീർ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, എല്ലാവരും മകമഴിഞ്ഞ് പൈസ സംഭാവന ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് ചില ബുദ്ധിമാന്മാർ അന്വേഷിച്ചു, ആരാണ് ആ വികലാംഗൻ? ഇത്ര പെട്ടെന്ന് മാറിയോ? ഇങ്ങോട്ട് വരുമ്പോ ഒരു കുഴപ്പമുണ്ടെന്നില്ലല്ലോ, ഇവിടെ പോകുമ്പോഴത്തേന് മാറിയോ എന്നറിയാൻ വേണ്ടി അന്വേഷിച്ചപ്പോ പിടിച്ചു. അന്വേഷിച്ചത് ആരാ? കൊല്ലം ജില്ലയിലെ ഒരു നാടക നടനായിരുന്നു. 2000 രൂപ കൊടുത്തുകൊണ്ട് അഭിനയിപ്പിക്കുകയായിരുന്നെന്ന് മാസികയിൽ എഴുതി വിട്ടിട്ടുണ്ട്. അഭിനയിക്കുക, ഇങ്ങനെ വരണം, 2 ബക്കറ്റിക്ക് പൈസ ഇടണം, ഈ മുമ്പിൽ വന്നിരിക്കണം, പോകുമ്പോ അതൊന്നും കാണിക്കാതെ പതുക്കെ നീച്ചു പോണട്ടോ എന്നൊക്കെ പറഞ്ഞ് അഭിനയിപ്പിച്ച് തട്ടിപ്പ് നടത്ത സ്വലാത്തിന്റെ പേര് പറഞ്ഞ. സുഹൃത്തുക്കളെ, സ്വലാത്തിൽ എന്തിനാ ബക്കറ്റ്? ദിക്ർ ചൊല്ലാൻ എന്തിനാ സംഭാവനപ്പെട്ടി? ഇത് പാർസൽ അയക്കാൻ കൊറിയറൊന്നുമല്ലല്ലോ. പലയിടത്തും ഭയങ്കര പാർസലാ, സ്വലാത്ത് പാർസല്. ചില വീടുകളിലൊക്കെ മരണം സംഭവിച്ചാല് പിന്നെ പാർസലാണ്. ഇജിത്ര സ്വലാത്തിയല്ലേ, ഞാൻ 700 സ്വലാത്തല്ലേ, ഖദീസുമ്മ 700 സ്വലാത്ത്, മദീനത്തേക്ക് പാർസൽ. ജത്രഞ്ചല്ലി ആയിഷുമ്മ 150 സ്വലാത്ത്, ഓളവക പാർസൽ. ഇവരൊക്കെ മദീനത്ത് ഇങ്ങനെ പാർസൽ അയക്കുക. നമ്മൾ അങ്ങോട്ട് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ പടച്ചോന് സ്വീകരിക്കാൻ, യഥാർത്ഥ സ്വലാത്ത് ചൊല്ലുന്നതിനെ കൈകാര്യം ചെയ്യാൻ ഇവിടെ പ്രത്യേക മലായിക്കത്തുകൾ വരെ ഉണ്ട് സഹോദരങ്ങളെ. അതുകൊണ്ട് നമ്മൾ ചൊല്ലേണ്ടത്, പാലിക്കേണ്ടത് ഇസ്ലാമിലെ സ്വലാത്താണ്. അതിന് നിങ്ങൾക്ക് വാർഷികം വരൂല, അതിന്റെ പേരിൽ ഒരു പൈസ പിരിക്കൂല, അതിന്റെ പേരിൽ നിങ്ങൾക്കൊരു തട്ടിപ്പിന് ഇരയാകേണ്ടി നിങ്ങൾ വരൂല. എത്ര വ്യക്തമാണ്.